അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വളരെ കഷ്ടതകളും യാതനകളും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ ഒരു മകൾ ഇന്ത്യയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. അവർ ജീവിതാവസാനം വരെ ബോംബെ മഹാനഗരത്തിൽ തന്നെ ജീവിച്ചു. പിന്നീട് ജിന്നയുടെ കൂടെ ഉണ്ടായിരുന്നത് കുറേ രാഷ്ട്രീയക്കാരും കുറേ ഉപജാപങ്ങളും കുറേ ധകാരമോഹികളുമാണ്. അവർ പരിപൂർണമായി അദ്ദേഹത്തെ ഒരു പാവ പോലെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭീകരമായ പല രോഗങ്ങളും വന്നുപെട്ടു. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശം പരമാവധി തകർച്ചയിലായിരുന്നു. അധികകാലം അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവുകയില്ല എന്ന് ഭിഷഗ്വരന്മാർ പ്രഖ്യാപിച്ചതാണ്. അത് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. പക്ഷേ രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസാന നാടുകളിൽ ഈ മുഹമ്മദ് അലി ജിന്ന ഒരു വീട്ടുതടങ്കലിലാണ് ജീവിച്ച് തീർത്തത്. അദ്ദേഹം പരിപൂർണമായും തൻ്റെ ഉപജാപങ്ങളുടെ തടങ്കലിലായിരുന്നു എന്ന് പറയാം. അവിടെ മര്യാദയ്ക്ക് മരുന്ന് പോലും ലഭിക്കാതെ, ചികിത്സ പോലും ലഭിക്കാതെ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയാണ് ചെയ്തത്. പിന്നീട് പാകിസ്ഥാൻ്റെ ചരിത്രം നമുക്കറിയാം. വലിയ വിശുദ്ധരുടെ നാട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ടായതായ ഈ രാജ്യം ഒരിക്കലും വിശുദ്ധി കൈവരിക്കുകയുണ്ടായില്ല. വലിയ പ്രതീക്ഷയോടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത ആളുകൾക്ക് അവിടെ ഒരു പ്രജ എന്നുള്ള നിലക്ക്, പൗരൻ എന്നുള്ള നിലക്കുള്ള പരിഗണനകൾ ഒരിക്കലും ലഭിക്കുകയുണ്ടായില്ല. നാളിതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബികളുടെ ഒരു നാട് മാത്രമായി പിൽക്കാലത്ത് തീരുകയാണ് ഉണ്ടായത്.